ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ സമഗ്ര കേര പദ്ധതിയും പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്കിന്റെ കോക്കനട്ട് കോംപ്ലക്സും ഗ്രീൻ ആർമിയും ചേർന്ന് 4 ദിവസങ്ങളിലായി നടത്തിയ തെങ്ങിന്റെ പാഠശാല പരിശീലന ക്ലാസ് സമാപിച്ചു. ഏത് പ്രായത്തിലുള്ള തെങ്ങിനെയും ശാസ്ത്രീയമായി പരിഗണിച്ചാൽ മികച്ച വിളവിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് പാഠശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൃഷി ശാസ്ത്രജ്ഞൻ കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ സാജൻ വർഗീസ് പറഞ്ഞു. ഒരു തെങ്ങിന് ശരാശരി തന്നെ വിളവ് കിട്ടും. മൊത്തത്തിൽ എത്ര കിട്ടും? കഴിഞ്ഞ ഇടിയിൽ 40 തെങ്ങിന് എത്ര കിട്ടും? മോശമാണെന്നൊന്നുമല്ല ചോദിച്ചത്. ഇപ്പം കഴിഞ്ഞ ഇടിയിൽ എത്ര തേങ്ങ കിട്ടിയെന്നേ ഇപ്പൊ 60, 600 ചെറിയൊരു തെറ്റിന്റെ അതാ 1.5 മാസമല്ല. ഞാനാകെപ്പാടെ 8 ഇടിയിൽ ഇടുന്നതിന് പകരം 3 ഇടിയിൽ ഇടുന്നുള്ളൂ. തേങ്ങ പൊഴിഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ തെങ്ങിൽ കയറാൻ ആലോചിച്ചത്. അതുകൊണ്ടൊക്കെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഏകദേശം പിടുത്തമുണ്ടല്ലോ. ആ രീതിയിൽ ഇന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതിന്റെ ഒരു ഇരട്ടി തേങ്ങ എങ്കിലും 5 വർഷം കഴിയുമ്പോൾ കിട്ടും എന്നുള്ളതിന് എനിക്ക് സംശയമില്ല. എന്നാലും കിട്ടും. എന്നാലും മാത്രമേ കുറവുള്ളൂ. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ സമഗ്ര കേരകൃഷി പദ്ധതിയും പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്കിന്റെ കോക്കനട്ട് കോംപ്ലക്സും ഗ്രീൻ ആർമിയും ചേർന്നാണ് പദ്ധതി പൂർണ്ണതയിലെത്തിക്കുന്നത്. കാര്യക്ഷമമായ ഉൽപാദന രീതികൾ, ജലസേചന മാർഗങ്ങൾ, ശാസ്ത്രീയ വളപ്രയോഗം, സംയോജിത ബഹുവിളയിലൂന്നി തെങ്ങ് കൃഷിയെ മെച്ചപ്പെടുത്തൽ എന്നിവയാണ് പാഠ്യവിഷയങ്ങളായി ചർച്ച ചെയ്യുന്നത്. അത്താണി PSC ബാങ്കിന്റെ EMS ഹാളിൽ നടന്ന 4ാമത്തെ ക്ലാസ്സിൽ ശാസ്ത്രീയമായും പ്രായോഗികമായും തെങ്ങിനെ എങ്ങനെ പരിപാലിക്കാമെന്നും തെങ്ങിന്റെ ഇന്നത്തെ അവഗണനയിൽ നിന്ന് പരിഗണനയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ PS ജോൺ വിശദമാക്കി. 2025 മാർച്ച് 4 മുതൽ 7 വരെ 4 മേഖലകളായാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. ഗ്രീൻ ആർമി ചീഫ് കോർഡിനേറ്റർ MR അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ച ക്ലാസിൽ ഗ്രീൻ ആർമി പ്രസിഡന്റ് PR അരവിന്ദാക്ഷൻ, ഫെഡറേഷൻ കൺവീനർ KV ജോസ്, PSC ബാങ്ക് ഡയറക്ടർമാർ എന്നിവർ നേതൃത്വം നൽകി. PSC ബാങ്ക് പ്രസിഡന്റ് CS സുരേഷ് ബാബു മാസ്റ്റർ, ഗ്രീൻ ആർമി മാനേജർ TR രാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, അത്താണി.